ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിലുള്ള തർക്കം അവസാനിച്ചു. ധാരണയായത് മനാഫും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, വലിയൊരു തർക്കത്തിനായിരുന്നു ഇരുപക്ഷവും മുന്നിട്ടിറങ്ങിയത്. ഏറ്റവും പ്രധാനമായി അർജുന്റെ കുടുംബം മനാഫിനെതിരെ നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വിഷയം വലിയ തർക്കമായി ആളുകൾ ഏറ്റെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വിഷയം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇതാ പ്രശ്നപരിഹാരത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും രാജ്യം തന്നെ കണ്ട ഏറ്റവും മാതൃകാപരമായ ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ നടന്ന സ്ഥലമായിരുന്നു ശിരൂര്. വലിയ ജനാവലി മൃതദേഹം കണ്ടെടുത്ത ശേഷം സംസ്കാര ചടങ്ങുകൾക്കടക്കം പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് അർജുന്റെ കുടുംബം ഈ രക്ഷാപ്രവർത്തനത്തിലും തെരച്ചിൽ കാര്യങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകിയ ലോറി ഉടമയായ മനാഫിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത്. ഒപ്പം ആഴങ്ങളിൽ മുങ്ങി അർജുന് വേണ്ടി തെരച്ചിൽ നടത്തിയ ഈശ്വർ മാൽപ്പയും ഈ അർജുനെ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവയും പൂർണ്ണമായും തള്ളിപ്പറഞ്ഞാണ് രംഗത്തെത്തിയത്. ഈ ഈശ്വർ മാൽപ്പയും മനാഫും ഒക്കെ യൂട്യൂബിന്റെ വരിക്കാരെ കൂട്ടുന്ന ലക്ഷ്യം വെച്ചാണ് ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും അദ്ദേഹം കുടുംബത്തിന്റെ വൈകാരികത മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുമാണ് ആരോപിച്ചത്. ഒപ്പം അനധികൃതമായി ഫണ്ട് പിരിവ് നടത്തുന്നതടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളും മുന്നോട്ട് വെച്ചു. ഇതിനു പിന്നാലെ തന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മനാഫ് മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. തൊട്ടു പിന്നാലെ വലിയ സൈബർ ആക്രമണമാണ് അർജുന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായത്. രൂക്ഷമായ വിമർശനം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തു. പിന്നീട് ഈ സൈബർ ആക്രമണങ്ങൾ രൂക്ഷമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മനാഫിനെ അടക്കം പ്രതികളാക്കി കേസ് നൽകുകയും ചെയ്തു. ആ കേസിൽ പോലീസ് എഫ്ഐആർ ഇട്ടെങ്കിലും പിന്നീട് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ എതിർപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ടും കുടുംബത്തിന് നേരെ ഉണ്ടായി. ഇതേ തുടർന്ന് കേസിൽ മൊഴി നൽകിയപ്പോൾ മനാഫിന്റെ പേര് ഒഴിവാക്കിയാണ് കുടുംബം മൊഴി നൽകിയത്. ഈ പരാതിക്ക് ആസ്പദമായ യൂട്യൂബ് പേജ് പരിശോധിച്ചെങ്കിലും അർജുന് നേരിട്ട് അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വർഗീയപരമായ എന്തെങ്കിലും ചേരിതിരിവിനുള്ള ആഹ്വാനങ്ങളോ മനാഫ് ആ പേജിൽ നടത്തിയിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ മനാഫിനെതിരായ കേസ് നിലനിൽക്കില്ല എന്നും പോലീസിന് വ്യക്തമാവുകയും മനാഫിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ചില യൂട്യൂബ് പേജുകൾക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിനെ പോലീസ് ബന്ധപ്പെടുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുകയും ഇപ്പോൾ ഇരു കുടുംബങ്ങളും തമ്മിൽ ധാരണയാവുകയും ചെയ്ത് കഴിഞ്ഞ ദിവസം മനാഫ് നമ്മോട് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം ഒത്തുതീർപ്പ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മധ്യസ്ഥർ വഴി ഇരു കുടുംബത്തിലെയും ആളുകൾ ഒന്നിച്ചിരുന്ന് സംസാരിച്ച കാര്യങ്ങൾ പരിഹരിക്കുന്നു. എന്തായാലും ഇന്ന് അത്തരത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നു. മനാഫും ഇന്റെ കുടുംബത്തിലുള്ള ചില ആളുകളും ഒപ്പം അർജുന്റെ കുടുംബത്തിലെ സഹോദരി ഭർത്താവും അഞ്ജുവും അടക്കമുള്ള ആളുകളും പങ്കെടുത്താണ് ചർച്ച നടന്നത്. എന്തായാലും തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്ന് മനാഫ് വിശദീകരിച്ചു. കാരണം താൻ വളരെ സദുദ്ദേശപരമായി ചെയ്ത കാര്യങ്ങളാണ്. അതിവൈകാരികമായി പലപ്പോഴും ഇടപെടുക തന്റെ സ്വഭാവമാണ്. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. മറുവശത്ത് ഇതിന്റെ ഭാഗത്തു നിന്നും അത്തരം പരാമർശങ്ങൾ തന്നെയാണ് ഉണ്ടായത്. താൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് യഥാർത്ഥത്തിൽ നന്ദി പറയുന്നതിനായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ തന്റെ കൈവിട്ടു പോവുകയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലാണ് പിന്നീട് പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയത്. ഇനി ഇത് സംബന്ധിച്ച യാതൊരു പ്രശ്നങ്ങളും ഇരു കുടുംബങ്ങളും തമ്മിൽ അല്ലെങ്കിൽ ഈ മനാഫും ജിതിനും തമ്മിൽ അല്ലെങ്കിൽ മനാഫും അർജുന്റെ കുടുംബവും തമ്മിൽ ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഒരു വെടിനിർത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മനാഫിന്റെ പേരൊഴിവാക്കിയുള്ള മൊഴി പോലീസിന് നൽകിയതും. ഭവ്യ. ശരി.